Hello, dear students. Welcome to Phoenix Technos. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസിലെ മാത്തമാറ്റിക്സ് സിലബസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്സിലെ ഏറ്റവും മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു പോർഷൻ ആണ് കാൽക്കുലസ്. കാൽക്കുലസിൽ നോർമലി റിപ്പീറ്റ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ്. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ പരാബോള y സ്ക്വയർ ഈക്വൽ 4x ആൻഡ് ദ ലൈൻ എക്സ് ഈസ് ഈക്വൽ ടു 4. 4 ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പരാബോള y സ്ക്വയർ ഈക്വൽ ടു 4ax എക്സ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ ഒരു ലൈനും മീറ്റ് ചെയ്യുന്നുണ്ട്. ആ രണ്ട് കർവിനിടയിലുള്ള ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കോണിക് സെക്ഷൻ അല്ലെങ്കിൽ അവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കർവ് എന്താണെന്നാണ്. ഫസ്റ്റ് കർവ് ഇതാണ്, y സ്ക്വയർ ഈക്വൽ ടു 4x എന്നാണ്. നോർമലി നമുക്കറിയാം പരാബോളയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ജനറൽ ഇക്വേഷൻ എന്താണ്? y സ്ക്വയർ ഈക്വൽ ടു 4ax എന്നാണ്. y സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ ആ പരാബോള സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിരിക്കും. അതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്ത് നമുക്ക് എങ്ങനെ കിട്ടും? അത് സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിരിക്കും. ദെർഫോർ ആ പരാബോള ഈ പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും. ഓക്കെ, ആ പരാബോള നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതിന്റെ കൂടെ ഒരു കോണിക് സെക്ഷൻ കൂടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതെന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞൊരു ലൈനാണ്. എക്സ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും. അത് പാസിംഗ് ത്രൂ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ആയിരിക്കും. ദെർഫോർ ഈ പർട്ടിക്കുലർ ലൈനിൽ ഓൾവേസ് എക്സിന്റെ വാല്യൂ, എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും. അവര് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ രണ്ട് കർവിന്റെ ഇടയിലുള്ള ഏരിയ ആണ്. ദെർഫോർ ദ റിക്വയർഡ് ഏരിയ എന്തായിരിക്കും? ഈ ഷെയ്ഡഡ് ഏരിയ ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം ഏരിയ അണ്ടർ ദ കർവ് ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനില് എക്സിന്റെ വാല്യൂ എന്താണ്? 0 മുതൽ 40 വരെ വേരി ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ ഈ പർട്ടിക്കുലർ പോയിന്റ് മുതൽ ഈ പർട്ടിക്കുലർ പോയിന്റ് വരെ വേരി ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ പോയിന്റിൽ വൈ വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെർഫോർ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 4, y സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് മാറും? 16 ആയിട്ട് മാറും. ദെർഫോർ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഈ ക്വസ്റ്റ്യനിൽ വൈയുടെ മാക്സിമം വാല്യൂ +4 ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും? -4 ആയിരിക്കും. ദെർഫോർ ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4,4 ആയിരിക്കും. സോറി, ഈ പോയിന്റ് എന്തായിരിക്കും? 4,4 ആയിരിക്കും. സിമിലർലി ഈ താഴത്തെ പോയിന്റ് എന്തായിരിക്കും? 4,-4 ആയിരിക്കും. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ ആണ്. ആ ടോട്ടൽ ഷെയ്ഡഡ് റീജിയനെ എനിക്ക് അസ്യൂം ചെയ്യാം രണ്ട് ഏരിയയും സിമെട്രിക്കൽ ആയുണ്ട്. ഈ ടോപ്പില് ഷെയ്ഡഡ് ഏരിയ ഞാൻ A1 എന്ന് കൊടുക്കുന്നു, താഴത്തെ ഏരിയ A2 എന്ന് കൊടുക്കുന്നു. ഈ രണ്ട് ഏരിയയും സെയിം ആയിരിക്കും. ദെർഫോർ ആ ടോട്ടൽ ഏരിയ ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 ടൈംസ് ഒരു സിംഗിൾ ഏരിയ ആണ്. 2 ടൈംസ് ഒരു സിംഗിൾ ഏരിയ ആണ്. ആ ഏരിയ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എയ്തർ എക്സിന്റെ വേരിയേഷൻ ആണെങ്കിൽ f(y) dx എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഓർ 2 ടൈംസ് വൈയുടെ വേരിയേഷൻ ആണെങ്കിൽ f(x) dy എന്ന് കണ്ടുപിടിക്കാം. രണ്ട് രീതിയിലാണെങ്കിലും ആൻസർ സെയിം ആയിരിക്കും. 2 ടൈംസ് f(y) dx എന്ന് പറഞ്ഞാല് എക്സിന്റെ വേരിയേഷൻ എടുക്കണം. ഇവിടുത്തെ എക്സിന്റെ വേരിയേഷൻ 0 മുതൽ 4 വരെയാണ്. 0 മുതൽ 4 വരെയാണ്. ആ ഫംഗ്ഷനില് f(y)യുടെ വാല്യൂ എന്തായിരിക്കും? f(y)യുടെ വാല്യൂ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ് f(y)യുടെ വാല്യൂ. f(y)യുടെ വാല്യൂ ഈ എക്സ് കോർഡിനേറ്റിൽ 0 ആയിരിക്കും. ദെർഫോർ 0 ടു ഈ ലൈൻ വരെ ആയിരിക്കും y-യുടെ വാല്യൂ. 0 ടു ആ ലൈൻ വരെ ആയിരിക്കും y-യുടെ വാല്യൂ. y ഇൻ ടേംസ് ഓഫ് എക്സ് എഴുതിയാല് ഇവിടെ y സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. ദെർഫോർ ഇവിടെ ഈ പർട്ടിക്കുലർ പോയിന്റില് y-യുടെ വാല്യൂ എന്തായിരിക്കും? ആ പർട്ടിക്കുലർ പോയിന്റിൽ y ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം √4x എന്ന് പറയാം. അല്ലെങ്കിൽ എന്തായിരിക്കും? 2 ടൈംസ് √x ആയിരിക്കും ആ പർട്ടിക്കുലർ പോയിന്റിലെ
വൈയുടെ വാല്യൂ. സിമിലർലി അതിന്റെ താഴത്തെ വാല്യൂ എന്തായിരിക്കും? -2 ടൈംസ് √x ആയിരിക്കും. Therefore ഇവിടെ എഫ് ഓഫ് വൈക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 2 ടൈംസ് √x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായിരിക്കും എന്താണ് ടോട്ടൽ ഏരിയ, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും 2 ടൈംസ് അഗെയിൻ 2 ഉണ്ട്, x⁻²² ആണ്. x⁻²യുടെ ഇന്റഗ്രേഷൻ എന്തായിരിക്കും? 1/2 + 1 ഡിവൈഡ് ബൈ 1/2 + 1 = 3/2 ആയിരിക്കും. Therefore അതിനെന്ത് ചെയ്യണം? 0 to 4 ലിമിറ്റ് കൊടുക്കണം. x⁻³ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്ററിൽ ഒരു 3/2 ഉണ്ട്, അത് ന്യൂമറേറ്ററിൽ പോകുമ്പം 2/3 ആയിട്ട് മാറും. x⁻³ എന്താണ്? എക്സിന് പകരം 4 കൊടുത്താൽ എന്താണ്? 4⁻³ ആണ്. 4⁻³ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 × 4⁻1/2 ആണ്, ഈക്വൽ ടു 4 × എന്തായിട്ട് മാറും? √4 = 2 ആയിട്ട് മാറും. Therefore ഫൈനൽ ആൻസർ എന്തായിരിക്കും? 4 × 4 × 4 ഡിവൈഡഡ് ബൈ 3 അല്ലെങ്കിൽ 16 × 4 = 64/3 സ്ക്വയർ മീറ്റർ ആയിരിക്കും ആൻസർ. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ആ ഷോർട്ട് കട്ട് മെത്തേഡ് ഇതാണ്. ആ പരാബോളയും ആ ലൈനും ഉൾപ്പെടുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. എന്താണ്? ആ പരാബോളയും ആ ലൈനും ഉൾപ്പെടുന്ന ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഇവിടെ റെക്റ്റാങ്കിൾ വരച്ചാൽ നമുക്ക് എങ്ങനെ കിട്ടും? ഇങ്ങനെ ആയിരിക്കും കിട്ടുന്നത്. പരാബോളയും ലൈനും ടച്ച് ചെയ്യുന്ന എന്താണ് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന റെക്ടാങ്കുലർ എന്താണ്? ഇങ്ങനെ ആയിരിക്കും. അതായിരിക്കും റെക്ടാങ്കുലർ. ആ റെക്ടാങ്കുലറിന്റെ ഏരിയ എന്താണോ, നമ്മളുടെ റിക്വേർഡ് ഏരിയയുടെ ആൻസർ എന്തായിരിക്കും? റിക്വേർഡ് ഏരിയ ഈക്വൽ ടു ഓൾവേസ് ഒരു പരാബോളയും ലൈനും മീറ്റ് ചെയ്താൽ ദ റിക്വേർഡ് ഷെയ്ഡഡ് ഏരിയ ഈക്വൽ ടു 2/3 ടൈംസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആയിരിക്കും. എന്താണ് ആൻസർ? എന്താണ്? 2/3 ടൈംസ് ഏരിയ ഓഫ് റെക്ടാങ്കിൾ ആയിരിക്കും. Therefore ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഇവിടുത്തെ ആൻസർ 2/3 ടൈംസ്, ഇവിടെ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എന്താണ്? ഇത്രയാണ് വിഡ്ത്ത്. അത് ആക്ച്വലി എന്താണ്? 4 തന്നെയാണ്, എക്സ് കോർഡിനേറ്റ് തന്നെയാണ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ എന്താണ് പാർട്ട്. Therefore വിഡ്ത്ത് 4 കിട്ടി നമുക്ക്. ഇനി എന്ത് വേണം? ഹൈറ്റ് വേണം. ഹൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, 4 - 4 4 ആണ് എന്താണ് y കോർഡിനേറ്റ്സിലെ ഇന്റർസെക്ഷൻ പോയിന്റ്സ്. Therefore y വേരീസ് ഫ്രം -4 to +4 ആയിരിക്കും. Therefore ഈ ടോട്ടൽ വിഡ്ത്ത് എന്തായിരിക്കും? -4 to +4 ആണെങ്കിൽ 8 ആയിരിക്കും. Therefore ആൻസർ നമുക്ക് കിട്ടും 2 × 4 × 8 കിട്ടും. 8 × 8 ഡിവൈഡ് ബൈ 3 കിട്ടും. ഈക്വൽ ടു ആൻസർ എന്തായിരിക്കും? 64/3 ആയിരിക്കും. അന്നേരം ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാം? ആ പരാബോളയും ലൈനും ഉൾപ്പെടുന്ന ഒരു റെക്ടാങ്കുലർ വരച്ചാൽ ആ റെക്ടാങ്കുലറിന്റെ 2/3 ടൈംസ് ഏരിയ ആയിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, സെയിം ടൈപ്പ് ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ പരാബോളാസ് x² = 4y ആൻഡ് ദ ലൈൻ y = 4 എന്ന് എടുക്കുന്നു. y = 4 അല്ലെങ്കിൽ y = 1 എന്ത് വേണമെങ്കിലും എടുക്കാം. x² = 4y ആണെങ്കിൽ അതെന്തായിരിക്കും? സിമെട്രിക്കൽ വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ആയിരിക്കും. Therefore ആ പരാബോള എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ ഷേപ്പിലായിരിക്കും. y = 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? y 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പം 0,1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെ ആയിരിക്കും ആ y പാസ് ചെയ്യുന്നത്. Therefore നമ്മുടെ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ഇത്രയാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ട ഏരിയ എന്താണ്? ഈ ഷെയ്ഡഡ് ഏരിയ ആണ്. അതിന്റെ ഷോർട്ട് കട്ട് എന്താണ്? ആ ഇന്റർസെക്ഷൻ പോയിന്റ് ഉൾപ്പെടുന്ന ഒരു റെക്ടാങ്കുലർ വരയ്ക്കുക. Therefore ആ റെക്ടാങ്കുലർ ഇവിടെ എന്തായിരിക്കും? ഇത്രയും റീജിയൻ ആയിരിക്കും. അതിന്റെ ഏരിയ എന്താണോ, നമ്മുടെ റിക്വേർഡ് ഏരിയ ഈക്വൽ ടു എന്തായിരിക്കും? റിക്വേർഡ് ഏരിയ ഈക്വൽ ടു 2/3 ടൈംസ് ഏരിയ ഓഫ് റെക്ടാങ്കുലർ ആയിരിക്കും. ഏരിയ ഓഫ്, ഇവിടെ ഞാൻ ABCD എന്ന് എടുക്കുന്നു. Therefore നമുക്ക് പറയാം ഏരിയ ഓഫ് ABCD എന്ന് പറയാം, വിച്ച് ഈസ് ഈക്വൽ ടു 2/3 ടൈംസ്. ഇവിടെ നോക്ക്, എക്സ് കോർഡിനേറ്റ് ഇവിടെ മുതൽ ഇവിടം വരെയാണ്. x² = 4y ആണ്. ഇവിടെ y പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x = എന്ത് കിട്ടും? x എന്ത് കിട്ടും? ±√4 × 1 കിട്ടും. ഈക്വൽ ടു എന്തായിരിക്കും ആൻസർ? ±2 ആയിരിക്കും. Therefore നമുക്ക് പറയാം എക്സിന്റെ വാല്യൂ -2 0 മുതൽ
പ്ലസ് 2 വരെ വേരി ചെയ്യുന്നു. ദർഫോർ അവിടുത്തെ എക്സ് അല്ലെങ്കിൽ വിട്ട് എന്തായിരിക്കും? 4 യൂണിറ്റ് ആയിരിക്കും. ഇവിടുത്തെ ഹൈറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? y1 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ദർഫോർ അതിന്റെ ഹൈറ്റ് 1 ആയിരിക്കും. ദർഫോർ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 2/3 ടൈംസ് 4 × 1 ആയിരിക്കും, ഈക്വൽ ടു 8/3 ആയിരിക്കും ആൻസർ. ഇവിടെ എന്താണ്? ഡബിൾ ഇന്റഗ്രേഷൻ അല്ലെങ്കിൽ സിംഗിൾ ഇന്റഗ്രേഷൻ f(y)dx അല്ലെങ്കിൽ f(x)dy അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പരാബോളയും ഒരു ലൈനും ഇന്റർസെക്ട് ചെയ്യുന്ന എന്താണ് കർവിനിടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ഫൈനൽ ആൻസർ എന്തായിരിക്കും? 2/3 ടൈംസ് ഏരിയ ഓഫ് ദ റെക്ടാങ്കുലർ ഫോംഡ് ബൈ ദ ഇന്റർസെക്ഷൻ പോയിന്റ്സ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഏത് എന്താണ് പരാബോളയും ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചാല്, എക്സാംസിൽ ചോദിച്ചാല് നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഷോർട്ട് കട്ടാണിത്.